ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് May 20. ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. വൈറ്റ് ചാപ്പൽ ടു ടവർ ബ്രിഡ്ജ് എന്ന് ടൈപ്പ് ചെയ്താണ് യു ക്യാൻ ഫൈൻഡ്. അത് 4K-ലല്ല ഞാനത് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ 4K. ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഷെയ്ക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷനിലാണ്. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ വണ്ടിയിലൊക്കെ പിക്ചർ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഓടിക്കുന്നവർ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ അവർ വണ്ടി നിർത്തി നോക്കണം. ഇതൊക്കെ നമ്മൾ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ആൾക്കാർ വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നത്. അതെന്തായാലും ഭയങ്കര ഒരു സംഗതി എനിക്ക് തോന്നി. വേറെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾക്ക് ഓർക്കുന്ന സമയത്തല്ലേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡിലാണ്. സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷൻ ഇപ്പോഴേ 3 എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 8:30 ആ ടൈമായി. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ സൺസെറ്റൊക്കെ ലേറ്റാണ്. പല ആൾക്കാരും ബിസിയാണ്. നമ്മൾ ബിസിയല്ല, നമ്മൾ ഫ്രീ ആണ്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടക്കും. കൺസ്ട്രക്ഷനെ പറ്റി ഒരുപാട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. എവിടെ ചെയ്യുമ്പോഴും ഇതിങ്ങനെ അടച്ചിട്ടിട്ട് ചെയ്യുള്ളൂ, നമ്മുടെ നാട്ടിൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഇനി പറയുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ആകുന്നു. ഒരു കൊച്ചു വണ്ടിയൊക്കെ കിട്ടി. ഇത് കിട്ടിയെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാറ്. ഇത് ഏത് ബ്രാൻഡിനാണ്? കുബാല JMT എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കമ്പനിയുടെ നെയിമായിരിക്കും, ബ്രാൻഡല്ല. ഇത് അണ്ടർ കൺട്രോൾ. ഇതെന്തോ K എന്ന് പറഞ്ഞ ലോഗോ. അതെ. കുബോള അങ്ങനെയാണ്. 2509 ഒക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. കുറേ ഉണ്ട് എക്സ്ട്രാ സെപ്പറേറ്റ്. ഒരാൾക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 3 പേരൊക്കെ ഇരുന്ന് സുഖമായിട്ട് പോകും. പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ, ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കണ്ടെയ്നറിൻ്റെ ഹോമൊക്കെ ഉണ്ട്. ഓഫീസാണ്. ഇത് എടുക്കുന്നവർ സമ്മതിക്കണം. ഇതൊക്കെ കണ്ട് ചിരിക്കാണ്ട് പോകണം. ഞാൻ എൻ്റെ ഫേസും കൂടി വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തീർന്നു. എങ്ങനെ എന്നെ കൊണ്ട് പറ്റും? നടക്കത്തില്ല. ഇതിപ്പോൾ ഒരു ഷോർട്ട് കട്ടാട്ടോ. അവിടെ വേറെ ഏതോ വലിയ ഇതിൻ്റെ ഒരു തവണത്തെ വർക്ക് ഞാൻ കണ്ടായിരുന്നു. മോളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഞാൻ എന്തായാലും സ്റ്റെയർ കയറാൻ പോകും. അവിടെ ഒരു വലിയൊരു ബിൽഡിങ് അവർ ഡെമോളിഷ് ചെയ്ത് ഫുൾ ചാരമാക്കി. അതിൽ നിന്ന് പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ തിരിച്ചെടുത്തു. മിക്ക ഗെയിമിലൊക്കെ ഉള്ളതുപോലെ ഈ ഫോണിലെ മോഡേൺ കോമ്പാക്ട് 5 കളിച്ചിട്ടുള്ളവർക്ക് ഒരു ലൊക്കേഷൻ അറിയാം. അതിനകത്ത് ഇങ്ങനെ വരണം. ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ചെറിയൊരു ഷേക്ക് നിങ്ങൾ സഹിക്കണം. ഞാൻ ഇതിൻ്റെ സ്റ്റീഫൻസൺ ആവും. ഏതാ സാധനം എൻ്റെ പൊന്ന്. അവിടെ വേറൊരുണ്ട് ഹിറ്റാച്ചി. അത് നമ്മുടെ ഹിറ്റാച്ചി തന്നെ. അത്ര ബിസി ആയിട്ടുള്ളൊരു ഡേ അല്ല, നോർമലാണ്. സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ഒക്കെ ആയിരിക്കും എപ്പോഴും ബിസി. സ്ഥലം സൂപ്പറാണ്. ഇവിടെ കുറേ പരിപാടികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട്.
ഇവിടെ ഒരു ബാലയുടെ ഒരു ഗ്ലിച്ചാണ്. പിന്നെ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും, വിശേഷമൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് ചിലപ്പോൾ അറിയത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ച് വീഡിയോ വന്നാലാണ് പിന്നെ അത് ഇതിനകത്തേക്ക് ആവത്തുള്ളൂ. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കാം. അത്ര ഇതിലൊന്നല്ല, എന്നാലും അത്യാവശ്യമാണ്. ഈ വഴി ഇത് സൈക്കിളിന് പോവാണ്. സൈക്കിൾ, വീൽ ചെയർ. ആംബുലൻസ് പോകുന്നതിന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നു. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങൾ ക്ലിയർ ആയാലും നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനും പുതിയ പുതിയ ട്രിക്സും ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. പക്ഷെ നമുക്ക് ചാനൽ റേറ്റിംഗ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോൻ്റെ ഒരു സെറ്റപ്പ്, എൻ്റെ ഒരു പറയുന്ന രീതി. ഒരു അടിപൊളി റോസിൻ്റെ കുറച്ച് എന്നാ ഭംഗിയായി അവിടുന്നുണ്ടോ. കാട്ടിലാണ് നിൽക്കണേ, പക്ഷെ എന്നാ ഭംഗി കാണാമോ. പാവാണ് റോസ അല്ലേ, പക്ഷെ എന്തോരം മുള്ള. റോസ ഇങ്ങനെ നമ്മുടെ ഇത്ര മെയിനായിട്ടുള്ള ഫ്ലവറായി എന്നുള്ളത് മനസ്സിലാവാത്തത്. അവിടെ നമുക്ക് പറ്റിയൊരു അടിപൊളി ഒരു മസ്റ്റാങ് കിടക്കുന്നുണ്ട്. മസ്റ്റാങ് ലവകൾ എന്നൊക്കെ ഉണ്ട്. ഞാനിതൊന്ന് എക്സ്റ്റെൻഡ് കാണാമോ. ഞാനങ്ങനെ വേറെ ഒരു കാർ എനിക്ക് അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ സ്വന്തമാണ്, നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറ്. ഇതിൻ്റെ കളറിനൊരു പേരുണ്ട്, എനിക്കറിയാം. എന്തോ വേറെ ഏതൊരു പേരുണ്ട്, എനിക്കതറിയത്തില്ല, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ആളുടെ പേരൊക്കെ somebody new check it out. ഷെസി ഡീറ്റെയിലിംഗ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. സ്റ്റാർട്ടായാലാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും സൗണ്ടും എക്സോസ്റ്റും ഒക്കെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഇവിടെ ഒരു മിനി കിടക്കുന്നുണ്ട്. Do you want to check it out? Let's go. അത്ര മോഡിഫൈഡ് അല്ല, എന്നാലും ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ടുണ്ട്. ചെറിയ മിനിക്കുട്ടി. ഇതിൻ്റെ പെൻഗ്വിൻസിന് 5 കിലോമീറ്റർ നടക്കും. പിന്നെ മുകളിലൊരു വൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊച്ചു വണ്ടിയാണല്ലേ, ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നമുക്ക് ഇടയിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ പോവാം. ഇതിന് സെപ്പറേറ്റ് അവർ കോൾസൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഡേർട്ടും ആവില്ല, ആയാൽ തന്നെ പെട്ടെന്നത് വാഷ് ഔട്ട് ചെയ്യാനും പറ്റും. ഒരു വെൻ്റൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. നോർമൽ മിനിക്ക് ഉണ്ട്. എനിക്ക് അത്ര കാർ ഇൻതൂസിയാസിസ്റ്റ് അല്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
വേറെന്താ, വോക്സോളിൻ്റെ ഒരു നൈസ് വണ്ടി, ആസ്ട്രാന്ന് മാത്രം വെച്ച് ബാക്കി എല്ലാ നെയിമിങ്സും ക്യാപ്പൊക്കെ എടുത്ത് കളഞ്ഞു. ഇതാണ് ഇവിടുത്തെ. ഇത് ഫിലിംസിലുണ്ടോ? ഞാൻ മൂവീസിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ വണ്ടി. ഇത് നൈസാണ് ഈ വണ്ടി, ഇത് ഒരുപാട് പേരിലുള്ള വണ്ടിയാണ്. ടൊയോട്ടയുടെ ഏതൊരു വണ്ടി, ഒരു ബീം കിടക്കുന്നുണ്ട്. നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ കലിപ്പ് മഴയോ അല്ലെങ്കിൽ എരണം കെട്ട തണുപ്പോ ഉണ്ടായിരുന്നില്ല. ഒരു മോഡറേറ്റ് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. ഓ, വേറൊരു റോസിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അച്ഛ ഫൂലന ഭായി, അരെ ദേഖോ നാ. നമുക്ക് ഭാഷകൾ കുറേ കയ്യിലുണ്ട്, പക്ഷേ അധികം ഒരു ഭാഷ തന്നെ ഒരുപാട് അറിയത്തില്ല. മലയാളവും ഞാൻ അത്ര എക്സ്ട്രീമില്ല. എനിക്കറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയ സമയത്ത് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങളെങ്ങനെ പഠിക്കാൻ മുന്നോട്ടുള്ളവരാണോ എൻ്റെ വീഡിയോയിലേക്ക് കറങ്ങി തിരിഞ്ഞെത്തിയത്? അതോ പാവപ്പെട്ട പിള്ളേർ സ്കൂളിൽ പോകണ്ടോയെന്ന് വെച്ചാൽ പോകുന്നുണ്ട്, കോളേജിൽ പോകണ്ടോയെന്ന് വെച്ചാൽ പോകുന്നുണ്ട്. ഗായ്സ്, ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. എന്ത് എപ്പോൾ സംഭവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള സാധനം അടിച്ച് പൊളിക്കുക എന്ന് കരുതി ഒരുപാടൊന്നും നമ്മുടെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യണതും പിന്നെ എന്താ പറയുക, നമ്മുടെ റിലേഷൻ എഫക്റ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. പലതും നമുക്ക് ചെയ്യാൻ തോന്നും, പക്ഷേ പലതും നമ്മൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒഴിവാക്കാൻ മൈൻഡില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു എന്താ പറയുക, ഞാനങ്ങനെ മുൻകൂട്ടി എഴുതാൻ അങ്ങനെ പറയുന്ന ഒരു മൈൻഡിൽ പറയണതല്ല. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല അതിൻ്റെ ഔട്ട്കം. കുറച്ചൊന്ന് സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റോ. അതല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും ചെയ്യാൻ വേണ്ടി. അതങ്ങോട്ട് ഒറ്റ തവണത്തിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര തലവേദന, നമ്മൾ പിന്നെ അതിൻ്റെ പുറകടക്കേണ്ടി വരും. ഏത് അങ്ങനെ നിക്കറൊക്കെ ഇട്ട് അപ്പാപ്പം പുറത്തേക്കാ. നമുക്കൊരു അവിടെ ഒരു കോട്ടുണ്ട്, നമുക്ക് കോട്ടിലേക്ക് ഇത് പിടിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഇത് ബാസ്കറ്റ് ബോളും രണ്ടും ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഏതോ ചെക്കൻ അവിടെ ഫുട്ബോൾ കളിക്കുന്നത്. അതിനകത്ത് കയറാൻ പറ്റും. എനിക്കതിലേക്കുള്ള വഴി അറിയാം ഗായ്സ്. യെസ് ഗായ്സ്, ഇവിടെ മൊത്തം പുല്ലാണ് കേട്ടോ. പുല്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പരിപാടി നടക്കുന്നത്. എളുപ്പമല്ല. നല്ലൊരു കളർഫുൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെനോവേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഇപ്പുറത്തേക്കൂടെ കയറി അപ്പുറത്തേക്കൂടെ ഇറങ്ങാൻ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ഉണ്ടോയെന്ന് നോക്കാം. ഇവിടെ കുഞ്ഞു പിള്ളേരെ പാർക്ക്, അത് കൊച്ചു പിള്ളേരെ പാർക്ക്. ഇതിൻ്റെ അകത്തേക്ക് ഡോഗ്സിനെ പെറ്റ്സിനൊന്നും അലൗഡ് അല്ല. പീക്കിരി പിള്ളേരെന്ന് പറയും. അല്ല ഇരുമ്പിൻ്റെ ഗോൾ പോസ്റ്റ്, അല്ലെങ്കിൽ 4ാമത്തെ ദിവസം ഉമ്മാർ ദൂരെ എടുക്കും. നമ്മുടെ വഴി ഇച്ചിരി ഡിഫിക്കൽട്ടും ഡിഫറൻറ്റുമാണ്. ബട്ട് അറിയാലോ, നമ്മൾ ചിന്ന പരിപാടികൾ നമുക്കില്ല. പെരിസ് മട്ടം നല്ല വ്യൂ അല്ലേ? നല്ല കാറ്റൊക്കെ ഉണ്ട്. ചെക്കൻ ഒറ്റയ്ക്കാണ്, എനിക്ക് തോന്നുന്നു ഒറ്റ മോനാന്ന് തോന്നുന്നു. കളിക്കാൻ കൂട്ടില്ല അവനാണ്. ഞാനീ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഡേഞ്ചർ കേട്ടോ. നിങ്ങൾ
ഇതൊരു ഈസി ജോബായിട്ട് കരുതരുത് ഈ വ്ളോഗിങ്. നമ്മുടെ വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വ്ളോഗിങ്ങാണ്. എന്ത് എപ്പോൾ വേണേലും സംഭവിക്കാം. എനിവൺ ക്യാൻ കം ആൻഡ് മഗ് മീ ഔട്ട്. ദാറ്റ്സ് സം സേ. കബൂറായി. നിലവേ നിലവിന് എന്നുവെച്ചാൽ ഞാനെന്താ പറയണ്ടേ, ഇപ്പോൾ എനിക്കൊരു കാര്യത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അത് ഈ വീഡിയോ എവിടം വരെ എത്തും എങ്ങനെ എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ നാട് എന്താ പറയുക, നമ്മുടെ സ്ഥലം, ഞാൻ പറയുന്ന ഭാഷ വെച്ച് മനസ്സിലാവുമല്ലോ, അവിടെ എല്ലായിടത്തെ പോലെ ബാക്കി രാജ്യത്തെ പോലെ ക്രൈംസിൻ്റെ കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയണത്. അല്ലാണ്ട് ബാക്കി രാജ്യത്തെ പോലെ അത്രയും ഡെവലപ്മെൻറ്റ് ഉടനെ ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. ഫണ്ട് ഉണ്ടെങ്കിൽ നടക്കും. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയൊരു ഫീൽ ഉണ്ടാവത്തില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി ലിബറലായിട്ട് കുറച്ചുകൂടി മണി സേവിങ് ആയിട്ട് നമുക്ക് പറ്റുമല്ലോ. ഇങ്ങോട്ടേക്കൊരു ജീവി ഇറങ്ങിപ്പോയി. പേർഷ്യൻ ആണോ? പേർഷ്യൻ എന്നെ നോക്കി നിൽക്കുക. ഹലോ ഫ്ലാഷ് ഓൺ ചെയ്യണം. എൻ്റെ സൂമിങ് അത്ര പവറിങ് അല്ല. പാവ മേടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല അതെ, എന്നാലും നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഇത് അടുത്ത മിനി. ഇതൊക്കെ എന്നും കണ്ട് ഇപ്പോൾ ഇതായി. നമ്മളുടെ പല വീഡിയോസിലും നമ്മൾ പല ഇതിൻ്റെ കുറവുള്ള ഇവിടെ നിന്നൊരു ഇങ്ങനത്തെ ഒരു വ്യൂ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുണ്ട്, പക്ഷെ അങ്ങനെ ഒത്തിരി ഒന്നിനോടും ഇല്ല. അതിങ്ങനെ കാണാനും എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ എന്താ പറയുക, ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പണ്ടൊക്കെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കേട്ടോ, അല്ലാണ്ട് വേറെ ഫോട്ടോസും എടുക്കാറില്ല. ഇപ്പോൾ സമ്മർ ടൈം ആയ കാരണം പൂക്കളൊക്കെ ഉഷാറായി നിൽക്കുക. എന്തേ വീണ്ടും സ്മാർട്ടിൻ്റെ കിടോ ഒരാൾക്ക് ഇരുന്ന് പോകാനല്ല, രണ്ടുപേർക്ക് കിട്ടോ ബാക്കിൽ സാധനങ്ങളും വെക്കാം. നമ്മുടെ നാട്ടിലെ നാനിയില്ലേ, നാനോക്കാർ, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞു നാനി. വീണ്ടും 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 പൂക്കള ഇഷ്ടമാണ്. ഇവിടെ റെഡ് റോസസിൻ്റെ കളി എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ട്. ഇതാരത്? നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല കെയർ ചെയ്യണ ആരും ഇവിടെ ഉണ്ട്. അതാണ് ഈ വീട്ടിൽ ഇത്രയും. എല്ലായിടത്തും പൂക്കളാ. ദിസ് ഈസ് സ്മോൾ ഹൗസ് വിത്ത് എ ബിഗ് ഫാമിലി, അങ്ങനെയൊക്കെ എഴുതിയിട്ടു. വീഡിയോക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ചെറിയ ചരിവൊക്കെ ഉണ്ടാവും കേട്ടോ.
അത് ഞാൻ എപ്പോഴും നമുക്ക് ഫോണിൽ നോക്കി നടക്കാൻ പറ്റത്തില്ല. ഫോണിൽ നോക്കി നടന്ന് ലണ്ടനിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഫോണേയും കൊണ്ടുപോകും, ആളെയും കൊണ്ടുപോകും, ഒക്കെ കൊണ്ടുപോകും. എല്ലാത്തിനും ആവശ്യക്കാരാ ഗൈസ്. സ്ഥലം കണ്ടിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ലാഫിങ് ഗ്യാസാണ്. വിജയുടെ ഒരു സിനിമയിലുണ്ടല്ലോ, സിനിമയുടെ ഓർമ്മ വരുന്നില്ല ഏതാണ്. അതിനകത്ത് പുള്ളി ഒരു സിൽവർ കളർ സാധനം ഇങ്ങനെ തുറന്നിട്ട് വിടുമ്പോൾ ചിരിക്കണത്. അവിടെ ഇതിൻ്റെ വലിയത് കിട്ടും, അതാണത്. അത് ബലൂണിലും കയറ്റി ഇരുന്ന് വലിക്കലാണ് ഇവിടുത്തെ പിള്ളേരുടെ പരിപാടി.